ഹായ് ഡിയർ ഫ്രണ്ട്സ്, മൈൻഡ് മിറർ വിത്ത് സമീറയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചോദ്യം ഒരിക്കലെങ്കിലും നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടോ? എന്താണെന്നോ, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി ഇപ്പോൾ ഞാൻ പറയുന്നതൊന്നും കേൾക്കാത്തത്, അനുസരിക്കാത്തത് എന്ന്? പല മാതാപിതാക്കളും പറയാറുണ്ട്, ചെറുപ്പത്തിലെല്ലാം കേൾക്കുമായിരുന്നു, ഇപ്പോൾ ഒരു കാര്യവും കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്ന്. അപ്പോൾ യഥാർത്ഥ കാരണം എന്താണ്? കുട്ടികൾ മനഃപൂർവ്വം മാതാപിതാക്കളെ വേദനിപ്പിക്കുകയാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ നമ്മുടെ മനസ്സിനറിയാത്ത ചില സൈക്കോളജിക്കൽ റീസൺ ഉണ്ടോ എന്ന്? ഇന്ന് അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഫ്രണ്ട്സ്, ആദ്യമായി ഒരു സത്യം പറയട്ടെ. എല്ലാ കുട്ടികളും ഒരുപോലെയല്ല. എല്ലാ മാതാപിതാക്കളും ഒരുപോലെയല്ല. ഒരു കുടുംബത്തിൽ പ്രവർത്തിക്കുന്ന രീതി മറ്റൊരു കുടുംബത്തിൽ പ്രവർത്തിക്കണമെന്നില്ല. അതുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ചില കുടുംബങ്ങളിൽ കാണപ്പെടുന്ന പൊതുവായ മനഃശാസ്ത്രപരമായ പ്രവണതയെക്കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫ്രണ്ട്സ്, ഓരോ കുട്ടിയും ഓരോ കൗമാരക്കാരനും ഒരു വലിയ ആഗ്രഹമുണ്ട്. എന്താണെന്നോ, ആദ്യം എൻ്റെ വാക്കൊന്ന് കേൾക്കൂ എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കേൾക്കുന്നതിന് മുമ്പ് കേൾക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്നാൽ നമ്മൾ അത് കേൾക്കില്ല. നമ്മൾ പലപ്പോഴും ഉപദേശം നൽകാനാണ് വ്യഗ്രത കാണിക്കുന്നത്. ഒരിക്കലും കുട്ടിയുടെ വികാരങ്ങൾ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയുമോ, സൈക്കോളജി പറയുന്നത് കേൾക്കപ്പെടുന്ന കുട്ടികൾക്ക് കേൾക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ്. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് അവരെ കേൾക്കാൻ തുടങ്ങാം, അല്ലേ? ചില കുട്ടികൾ മാതാപിതാക്കളെ ഭയന്ന് അനുസരിക്കും. പക്ഷേ ഭയം കുറഞ്ഞാൽ അനുസരണയും കുറയാം. കുട്ടികൾക്കുണ്ടാകുന്ന ഭയം ബഹുമാനമായി നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയുമോ, യഥാർത്ഥ ബഹുമാനം ഉണ്ടാകുന്നത് വിശ്വാസത്തിൽ നിന്നാണ്. ഒരു കുട്ടിക്ക് സുരക്ഷിതമായി സംസാരിക്കാൻ കഴിയുന്ന വീട്ടിൽ നിയമങ്ങൾ പാലിക്കപ്പെടാനുള്ള മനസ്സും കൂടുതലായിരിക്കും. ഫ്രണ്ട്സ്, ചില അച്ഛന്മാർ മക്കളോട് പറയും ഫോൺ കുറച്ചുപയോഗിക്കൂ എന്ന്. എന്നിട്ട് അവർ തന്നെ എല്ലായ്പ്പോഴും ഫോണിലാണെങ്കിൽ അമ്മ പറയും കള്ളം പറയരുത് എന്ന്. പക്ഷേ ഒരു കുട്ടിയുടെ മുന്നിൽ ചെറിയ കള്ളങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങൾക്കറിയോ, അവർ കാണുന്നതാണ് കൂടുതൽ പഠിക്കുന്നത്. അതെ, കുട്ടികൾ നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതമാണ് കൂടുതൽ പഠിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് കൗമാരത്തിൽ കുട്ടികൾ സ്വന്തം അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങും. അവർ എല്ലാ കാര്യത്തിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് എല്ലായ്പ്പോഴും അനുസരണക്കേടല്ല, അത് അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന വളർച്ചയുടെ സ്വാഭാവികമായൊരു ഘട്ടമാണ്. ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ, ഞാൻ എൻ്റെ കുട്ടിയോട് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ടോ, അതോ കൂടുതലായിട്ട് ഉത്തരവിടുകയാണോ ചെയ്യുന്നതെന്ന്? ഈ ചോദ്യം തന്നെ പല മാതാപിതാക്കൾക്കും കുട്ടികളുടെ കാര്യത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് നൽകും. ഓർക്കുക, നിങ്ങളുടെ കുട്ടിക്ക് അനുസരണശീലം ഇല്ലാത്തത് എല്ലായ്പ്പോഴും മോശം സ്വഭാവം കൊണ്ടല്ലട്ടോ. ചിലപ്പോൾ കേൾക്കപ്പെടാത്ത വികാരങ്ങൾ, മനസ്സിലാക്കാത്ത സമ്മർദ്ദങ്ങൾ, വളരാനുള്ള സ്വാഭാവികമായ ആഗ്രഹങ്ങൾ, ഇവയാണ് ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ. ഫ്രണ്ട്സ്, ഓർക്കുക, ഓരോ കുട്ടിയും യൂണിക്കാണ്. അവർ ഈ ലോകത്തെ കാണുന്നത് നമ്മളിലൂടെയാണ്, നമ്മളുടെ കാഴ്ചപ്പാടിലൂടെയാണ്, നമ്മളുടെ പെരുമാറ്റത്തിലൂടെയാണ്. അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കൂ, അവരോട് സൗഹൃദം സ്ഥാപിക്കൂ. കാരണം നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ സ്വപ്നം കണ്ട ഒരു ലോകം നമുക്ക് അവരിലൂടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് മീ സമീറ, മൈൻഡ് മിറർ വിത്ത് സമീറ. നിങ്ങളുടെ മനസ്സിന്റെ കണ്ണാടിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.